ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന നേരത്തിന് ഞങ്ങളിപ്പോൾ ത്രിപുരയിലുണ്ട് കേട്ടോ. അപ്പം ത്രിപുരയിലോട്ട് വരുന്നതിന് തൊട്ട് മുന്നേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അതിൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള വീഡിയോ കേട്ടോ ഇത്. അച്ഛനും അമ്മയും നേരെ ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ പോകുന്നത്. അവർ അവിടുന്ന് നേരെ RP മാളിലോട്ട് വരും. അപ്പം ഞാനും മോളും അതിന് മുന്നേ ഞങ്ങൾക്ക് വാങ്ങിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വേണം തിരിച്ചു പോകാനായിട്ട്. ഇപ്പം നമ്മൾ പോകുന്നത് നമുക്ക് കൊണ്ടുപോകാൻ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാനല്ല കേട്ടോ. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ജ്വല്ലറി മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് ഹെയർ ബോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് നോക്കാൻ പോകണം. പിന്നെ റേസൻ ആർട്ടിൻ്റെ ഒരു ക്ലാസ്സിന് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ എക്സാമിന് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കാണിക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നാട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. കാരണം നമ്മൾ ത്രിപുരയിലായതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളൊന്നും നമുക്കങ്ങനെ ഓൺലൈൻ വഴി തന്നെ വാങ്ങിക്കാനേ പറ്റത്തുള്ളൂ. നമ്മൾ നിൽക്കുന്നിടത്ത് ഈ വക കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ആ ഒരു കടയുടെ ഫ്രണ്ടിൽ നിർത്തിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഇത് ശക്തി എന്നാണ് പറയുന്നത്. ഈ കടയുടെ പേര് ശക്തി എന്നാണ്. ഇവിടെ ഇല്ലാത്തതായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ലെന്ന് വേണം പറയാം. അതായത് തയ്യലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാ തരം സാധനങ്ങളും. പിന്നെ നമുക്ക് അത്യാവശ്യം ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സാധനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. കുറച്ചൊക്കെ നോക്കിയിട്ട് പിന്നീട് എനിക്ക് മെയിനായിട്ട് വേണ്ടുന്ന റേസൻ ആർട്ടിൻ്റെ സാധനങ്ങളായിരുന്നു. അപ്പോൾ അതവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ചോദിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞു തന്നൊരു കടയെ പറ്റിയിട്ട്. അവിടെ നിന്ന് ഇറങ്ങിയുമ്പോൾ തൊട്ടിപ്പുറത്ത് തന്നെയാണ് കേട്ടോ MK. അപ്പോൾ ഞങ്ങൾ അവിടെയും കൂടെ ഒന്ന് കയറി. ചെറിയ കട്ട് പീസൊക്കെ കാണുമല്ലോ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാനായിട്ടായിരുന്നു. അപ്പോൾ അവർ അധികം വരുന്ന കോട്ടൻ്റെ മെറ്റീരിയൽസൊക്കെ ഇങ്ങനെ കട്ട് പീസായിട്ട് ഇത് കണക്ക് ഇങ്ങനെ കാണും. അപ്പോൾ അതിൽ നിന്ന് 1-2 മെറ്റീരിയൽസ് എടുത്തിട്ട് ജസ്റ്റ് ഒരു ടോപ്പ് തയ്ച്ച് നോക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പം നമ്മൾ പോകുന്നിടത്ത് മെഷീനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ നാട്ടിൽ വരുമ്പോഴേ ഇതൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്ന് എടുത്തൊരു മെറ്റീരിയൽ കൊണ്ട് തയ്ച്ചിട്ടുള്ള ഒരു ടോപ്പിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. MKന്ന് ഞാൻ 2 കട്ട് പീസാണ് കേട്ടോ എടുത്തത്. കോട്ടൻ്റെ തന്നെ 2 മോഡലുള്ള കട്ട് പീസ്. അപ്പോൾ അതിൻ്റെ ബില്ലൊക്കെ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ഓട്ടോ കിട്ടി. ഈ അങ്കിൾ നല്ല സഹകരണമുള്ള അങ്കിളാണ് കേട്ടോ. കാര്യം ഒരുപാട് അവിടെ എല്ലാം കടന്ന് കറങ്ങി ഞങ്ങൾ ഈ ഒരു കട തിരക്കി. പിന്നെ അവരുടെ മെയിനായിട്ടുള്ളൊരു കടയുണ്ടായിരുന്നു, അനുപമ ട്രേഡേഴ്സ് എന്നാണ് കടയുടെ പേര്. അവിടെ ചെന്നപ്പോൾ അവർ പിന്നെ അവരുടെ പുതിയ ബ്രാഞ്ച് പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയി. സത്യം പറഞ്ഞാൽ ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല കേട്ടോ. കൊല്ലത്ത് ഇങ്ങനൊരു ക്രാഫ്റ്റിൻ്റെ സാധനങ്ങൾ കിട്ടുന്ന ഇത്രയും വലിയൊരു ഷോപ്പ് ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ടായിരുന്നു ഓരോ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം എല്ലാം കൂടെ ഒരു കടയിൽ തന്നെ കിട്ടും എന്നുള്ള ആ ഒരു ഇതാട്ടോ. എല്ലാ തരം പെയിൻറ്റിങ്ങും എന്തൊക്കെയുണ്ടോ ആ ഒരു എല്ലാ തരം ആർട്ട് വർക്കായാലും എല്ലാ കാര്യങ്ങൾക്കും പറ്റിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. ഇതവരുടെ പുതിയ ഷോപ്പാണ്. നമ്മുടെ കൊല്ലം ചിന്നക്കടയിൽ തന്നെയാണ് കേട്ടോ. നമുക്ക് കടയെപ്പറ്റി അധികം അറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കറങ്ങിയായിരുന്നു. പക്ഷേ അവരുടെ മെയിൻ കടയിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തന്നപ്പം പിന്നെ ഞങ്ങൾ എളുപ്പത്തിൽ തന്നെ വന്നു കേട്ടോ. റേസൻ ആർട്ടിൻ്റെ തന്നെ എന്തെല്ലാം സാധനങ്ങളാണെന്നറിയാവോ അവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ RP മാളിലോട്ട് വന്നു കേട്ടോ. RP മാളിലോട്ട് അച്ഛനും അമ്മയും വരുമായിരുന്നു. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അച്ഛനും അമ്മയ്ക്കൊന്ന് മലബാറിലൊന്ന് കയറണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ നേരം കൊണ്ട് ഹസ്ബൻഡിനൊരു ടീഷർട്ട് എടുക്കണമായിരുന്നു കേട്ടോ കൊണ്ടുപോകാനായിട്ട്. അപ്പം ഞാനും മോളും കൂടെ അത് സെലക്ട് ചെയ്യാനായിട്ട് നേരെ ട്രെൻഡ്സിലോട്ട് കയറി. കുറേയൊക്കെ നോക്കി. ഞങ്ങൾക്ക് അത്ര വലിയ കളക്ഷനൊന്നും തോന്നിയില്ല. പക്ഷേ എന്നാലും അതിൽ നിന്നൊരു ടീഷർട്ടൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് മാക്ഡൊണാൾഡ്സിൽ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെ ഇരുന്നപ്പോഴത്തേക്കും അച്ഛനും അമ്മയും വന്നു കേട്ടോ. മുമ്പത്തെ തവണ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഞാനൊരു മൂക്കുത്തി പുറത്തുനിന്നൊരു കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊടുത്തിട്ട് ഞാൻ വേറൊരു മൂക്കുത്തി എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. അന്നേരം ആദ്യം ഞാൻ 1-2 ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ ഞാനങ്ങ് മാറ്റി വെച്ചിട്ട് പോയി. പക്ഷേ അച്ഛൻ എനിക്കത് വാങ്ങിച്ചു തന്നു കേട്ടോ. എൻ്റെ ബർത്ത്ഡേയും കൂടെ ആയതുകൊണ്ട് ആ ഒരു സർപ്രൈസായിട്ട് എനിക്ക് ആ ഒരു മൂക്കുത്തി അച്ഛൻ തന്നെ വാങ്ങിച്ചു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു വെച്ചിട്ട് പോയതാണ്. അപ്പോൾ അച്ഛനും അമ്മയും ഇവിടെ ഇതൊക്കെ നോക്കുന്ന നേരത്തിന് ഞാനാണെങ്കിൽ സായുവിനെയും കൊണ്ട് പുറത്ത് കാറിൽ ഒന്ന് ട്രിപ്പ് അടിക്കാനായിട്ട് ഇറങ്ങി. അവർക്ക് ഇവിടെ എപ്പോൾ വന്നാലും ഈ കാറിൽ കയറണം. 3 റൗണ്ടിനങ്ങാണ്ട് 120 രൂപയോ അങ്ങനെ കണ്ടാണ് കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും മലബാറിലെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ ഞങ്ങൾ പോയത് ഞങ്ങൾ പണ്ട് തൊട്ടേ സ്ഥിരം പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഐസ്ക്രീം ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് വിഷബ് ജാർ എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിലോട്ട് എനിക്ക് തോന്നുന്നു സായുവിൻ്റെ ഈ ഒരു പ്രായം തൊട്ടേ ഞങ്ങൾ അവിടെ പോകുന്നത് എൻ്റെ കുഞ്ഞിലോട്ട്. അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. നാട്ടിൽ വന്നിട്ട് ഇനി ഫലൂടെയൊന്നും കുടിച്ചില്ലെന്ന് വേണ്ട എന്നും കരുതി ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അനുപമ ട്രേഡേഴ്സ് എന്ന് പറയുന്നൊരു ഷോപ്പിനെ പറ്റിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ മാത്രമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. കാര്യം അത്രയ്ക്ക് നല്ല കളക്ഷനാണ് അവിടെ. നമ്മൾ ഇത്രയും ഒരു ക്രാഫ്റ്റ് വർക്ക് റേസൻ ആർട്ടിൻ്റെയൊക്കെ ഇത്രയും സാധനങ്ങൾ കൊല്ലത്ത് വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് തന്നെ എനിക്കറിയത്തില്ല. അത്രയ്ക്ക് കളക്ഷനുണ്ട് കേട്ടോ അവിടെ.
അപ്പം ഞങ്ങൾ ദാണ്ടെ ബിഷപ്പ് ജറന്നറിലെത്തി കേട്ടോ. അപ്പം ഞങ്ങൾ ദാണ്ടെ സ്ഥിരം വരുന്ന ആ ഒരു ഷോപ്പ് ഇതാണ് കേട്ടോ. ഒരു കഫേ മോഡലാണ്. മാളിയിൽ നിന്നൊരു പോപ്കോൺ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അത് ഞാനങ്ങ് പറയാൻ വിട്ടുപോയി. അപ്പം ഞാനാണെങ്കിൽ ഫലൂഡയാണ് വാങ്ങിച്ചത്. അമ്മയും ഫലൂഡ, അച്ഛനാണെങ്കിൽ ഒരു ഷേക്ക് മോഡൽ എന്തോ ആണ് കേട്ടോ വാങ്ങിച്ചത്, ബദാം ഷേക്ക്. അമ്മയും ഫലൂഡ, ഞാനും ഫലൂഡയാണ് വാങ്ങിച്ചത്. സായു ആണെങ്കിൽ സാധാരണ ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇല്ലേ, അത് മതിയെന്ന് പറഞ്ഞു അവൾക്ക്. കാരണം ഞങ്ങൾ അവിടെ ഇരുന്ന് അതൊക്കെ കഴിച്ചിട്ട് അപ്പം തന്നെ സമയം ഒരുപാട് കഴിഞ്ഞു കേട്ടോ, ഒരു 2:30 ഒക്കെ കഴിഞ്ഞു കാണും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് അനുഗ്രഹയിൽ കയറണമായിരുന്നു. വീട്ടിലേക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാന്ന് വെച്ചാൽ പാല് അങ്ങനെയൊക്കെയുള്ള 1-2 ഐറ്റംസൊക്കെ മേടിക്കാനായിട്ട് അനുഗ്രഹയിലൊന്ന് കയറണമായിരുന്നു. ഞാൻ കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാര്യം കൊണ്ടുപോകാൻ നേരം മറന്നു പോകരുതല്ലോ. അതുകൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട് പിന്നെ ഒരു ദിവസം വരാമെന്ന് കരുതി. അതൊന്നും ഇപ്പോൾ വാങ്ങിക്കുന്നില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു ദിവസം വരാമെന്ന് കരുതി. അപ്പം അവിടുന്ന് പാലും അങ്ങനെ എന്തോ മാത്രമേ എടുത്തുള്ളൂ. പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നു. അപ്പം തിരിച്ച് വരുന്നവർ ഗ്യാസിൻ്റെ ഏജൻസിയിലൊന്ന് കയറണമായിരുന്നു. അപ്പോൾ അച്ഛൻ അവിടെ പോയി. അപ്പോൾ ഞങ്ങൾ കാറിൽ തന്നെ ഇരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് നേരെ വീട്ടിലോട്ട് വന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല കേട്ടോ. കാര്യം അപ്പോൾ തന്നെ ഒരു 3 മണിയായെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ഊണ് വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നിരുന്ന് കഴിക്കുമായിരുന്നു ചെയ്തത്. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഫ്രൈഡ് റൈസാണ് വാങ്ങിച്ചത്. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പഠിച്ച സ്കൂള്. അങ്ങനെ പിന്നെ റോഡിലൊക്കെ ഇപ്പം പണിയൊക്കെ നടക്കുന്നുണ്ട്. നല്ല ഇതൊക്കെയാണ്, ഭയങ്കര പാടാണ് തിരിച്ചിങ്ങോട്ട് വരാനായിട്ടേ. അപ്പം ഞങ്ങൾ വീട്ടിലൊക്കെ എത്തിയതാണ്ട് അച്ഛനും അമ്മയും ഫുഡ് കഴിച്ചു. ഞാൻ അന്നേരം കഴിച്ചില്ല കേട്ടോ. സായുവും അപ്പം തന്നെ അവരുടെ വീട്ടിലിരുന്ന് കഴിച്ചായിരുന്നു. അപ്പം തന്നെ സമയം ഒരുപാട് ലേറ്റ് ആയല്ലോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ക്ലേ ഒക്കെ വാങ്ങിച്ചായിരുന്നു. പിന്നെ സായുവും ഞാനും അതൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ കുറേ നേരം കളിച്ചു. ഞങ്ങൾ ആകെ ഒരു ചെറിയ, അധികം കളറില്ലാത്തൊരു കുഞ്ഞൻ ക്ലേ ആട്ടോ വാങ്ങിച്ചത്. അതുകൊണ്ടൊരു സദ്യയുടെ ഒരു സംഭവം ഉണ്ടാക്കാൻ നോക്കിയിട്ട് എല്ലാ കളറൊന്നും അതിനകത്തില്ലായിരുന്നു. പിന്നെ ഇവളെല്ലാം അങ്ങ് മിക്സ് ചെയ്ത് കുളമാക്കി. പിന്നെ ലാസ്റ്റ് എന്തൊക്കെയോ ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫുഡൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.